My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 214 എപ്പിസോഡിൽ അലോ എന്ന അധ്യായത്തിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. അലോയുടെ വളരെ പ്രധാനപ്പെട്ട റെക്ടവുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളുടെ ഗർഭാശയവും പെൽവിക് റീജിയനുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ, നമ്മൾ നേരത്തെ കണ്ട മലശോധനയുമായിട്ട് ബന്ധപ്പെട്ട വളരെ ബുദ്ധിമുട്ടേറിയതും അസാധാരണമായതുമായ ലക്ഷണങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ, ചില പുതിയ കമ്പാരിസൺസ്, ഇതൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. നൗ ഹിയർ ആർ അബ്ഡോമിനൽ സിംറ്റംസ് ദാറ്റ് റിലേറ്റ് ടു ദ കണ്ടീഷൻ ഓഫ് ദ വുമൺ ആൻഡ് നോട്ട് ടു ഡയറിയ. അപ്പോൾ ഡയറിയയെക്കുറിച്ച് അല്ലെങ്കിൽ ഏനസുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം സിംറ്റംസ്, അടിവേറുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ധാരാളം പറഞ്ഞു. ഇനി അതുകൂടാതെ സ്ത്രീകൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് യൂട്രൈൻ റീജിയനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അത് 2 കൊട്ടേഷൻസാണ് പ്രൊവേഴ്സിൻ്റെ. ഒന്നിങ്ങനെയാണ്: ഫീലിംഗ് ആസ് ഇഫ് എ പ്ലഗ് വാസ് വെർജിൻ ഇൻ ബിറ്റ്വീൻ സിംഫൈസിസ് പ്യൂബിസ് ആൻഡ് ഓസ് കോക്കിസ്ഡസ്. അപ്പോൾ ഒരു പെൽവിക് റീജിയനിൽ അടിഭാഗത്ത്, കീഴ്ഭാഗത്തായിട്ട് ഒരു ആപ്പ്, ഒരു വെഡ്ജ് അടിച്ച് കയറ്റിയാലെന്ന പോലുള്ളൊരു ഫീല്, അതായത് തറഞ്ഞു കയറിയ നിറഞ്ഞിരിക്കുന്ന തരത്തിലുള്ളൊരു ഫീല്. ഇനി അടുത്ത കൊട്ടേഷൻ: ലേബർ ലൈക്ക് പെയിൻസ് ഇൻ ദ ഗ്രോയിൻസ് ആൻഡ് ലോയിൻസ് വേഴ്സ് വെൻ സ്റ്റാൻഡിങ്. അരക്കെട്ടിൻ്റെ ഭാഗത്ത് പ്രസവവേദന പോലുള്ള വേദന, വിശേഷിച്ചും നിൽക്കുമ്പോൾ അത് വർദ്ധിക്കുന്ന തരത്തിലുള്ള വേദന. ഇനി വെഡ്ജ് ഫീലിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് വിശദീകരണം വരുന്നുണ്ട്. അലോ ഹാസ് ക്യൂർഡ് പ്രൊലാപ്സ് ഓഫ് ദ യൂട്രസ് ഓഫ് ലോങ് സ്റ്റാൻഡിങ് when it was associated with fullness, heat of the surface of the body, tendency to morning diarrhea, dragging down of uterus, and sensation of a plug wedged in between the symphysis pubis and coccus. അപ്പോൾ ഈ പറഞ്ഞ ഒരു പ്രൂവർ നമ്മൾ കോട്ട് ചെയ്ത് പറഞ്ഞ ലക്ഷണവും അത് കൂടാതെ നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം, അടിവയറിൻ്റെ ഭാഗത്ത് നിറഞ്ഞിരിക്കുന്നു, ശരീരത്തിൻ്റെ സർഫസിൽ പുറം ഭാഗത്തെല്ലാം ചൂട്, നമ്മൾ നേരത്തെ കണ്ടാണ്, പനിയല്ല, പുറം ഭാഗത്ത് ഉള്ള ചൂട്, രാവിലെ തന്നെ വയറിളക്കത്തിനുള്ളൊരു പ്രവണത, ഗർഭാശയം താഴേക്ക് വലിഞ്ഞു പോയ പോലത്തെ ഒരു തോന്നൽ, പിന്നെ നേരത്തെ പറഞ്ഞ പ്ലഗ്. ഇത്തരം ലക്ഷണങ്ങൾ ചേർന്ന് വരുന്ന ഗർഭാശയത്തിൻ്റെ ഇടിഞ്ഞു പോകൽ, പ്രൊലാപ്സസിൽ അലോ നല്ലൊരു ഔഷധമാണ്. അത്തരം പല കേസുകളും അലോ ഹീൽ ചെയ്തിട്ടുണ്ട്. ദ ഔട്ട്വേർഡ് പ്രഷർ ഓഫ് ദ യൂട്രസ് കോസസ് ദ സെൻസേഷൻ. അപ്പോൾ ഈ സെൻസേഷൻ്റെ കാരണം ഈ ഗർഭപാത്രം താഴേക്ക് തള്ളിയിട്ട് അതുകൊണ്ടുള്ള മർദ്ദം, ആ മർദ്ദം അലോ പേഷ്യൻറ്റിൽ സവിശേഷമായ ഇത്തരം സെൻസേഷൻസ് ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡ്രാഗിങ് ഡൗൺ ആസ് ഇഫ് ഓൾ പാർട്സ് ഓഫ് ദ പെൽവിസ് വുഡ് പുഷ് ഔട്ട്. അപ്പോൾ ഈ ഡ്രാഗിങ് ഡൗൺ വളരെ രൂക്ഷമാണ്. പെൽവിക് റീജിയനിലെ എല്ലാ ഭാഗങ്ങളും പുറത്തേക്ക് തള്ളി വരുമോ എന്ന് ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഡ്രാഗിങ് ആണ്. എ ഫണലിങ് സെൻസേഷൻ ഇൻ ദ വജൈന ഇൻ ദ പെൽവിസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വജൈനൽ റീജിയനിൽ ഓപ്പണിങ്ങിലൂടെ ഇങ്ങനെ ഫണലിങ്, പുറത്തേക്ക് ഊർന്നു പോകുന്ന പോലെയുള്ള അത്രയ്ക്ക് റിലാക്സ്ഡ് ആൻഡ് പ്രസ്സിങ് കണ്ടീഷനാണ്. വീണ്ടും പ്രൂവർ കൊട്ടേഷൻസ് ആണ്. അർജിങ് ടു സ്റ്റൂൾ ഓൺലി ഹോട്ട് ഫ്ലാറ്റസ് പാസസ് ഗിവിങ് റിലീഫ് ബട്ട് അർജിങ് സൂൺ റിട്ടേൺസ്. അപ്പോൾ കക്കുസിൽ പോകാൻ തോന്നും, വയറ്റിൽ നിന്ന് പോകാൻ തോന്നും, പക്ഷേ മലം പോകുന്നില്ല, പകരം ചൂടുള്ള വായു, കീഴ്വായു മാത്രം പോകുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ അർജ് വീണ്ടും വരികയും ചെയ്യുന്നു. ദ ഐഡിയ ഈസ് ദാറ്റ് ഇറ്റ് കമ്പൽസ് ഹിം ടു ഗോ ടു സ്റ്റൂൾ ബട്ട് വെൻ അപ്പോൺ ദ കമോഡ് നത്തിങ് ബട്ട് വിൻ പാസസ്. അപ്പോൾ നേരത്തെ ലൈക്കോപോഡിയമായിട്ടൊരു ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ തന്നെ ഒരു മറുവശമാണ് ഈ പറയുന്നത്. കക്കുസിൽ പോയിരിക്കും, പക്ഷേ വായു മാത്രമേ പോകുന്നുള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഓൾസോ ഇൻ ഓൾഡ് ക്രോണിക് സഫറേഴ്സ് ഫ്രം ദിസ് ട്രബിൾ, ദോസ് ഹു സഫർ ഫ്രം കോൺസ്റ്റിപ്പേഷൻ, who go many days without a stool but feel every little while or several times in the day that they must go to stool and then only a little wind passes. അപ്പോൾ ഈ ഒരവസ്ഥ
മലബന്ധത്തിൻ്റെതായിട്ടുള്ളൊരു സവിശേഷ ലക്ഷണം അവസ്ഥയിലും ഇത് അലോ ഉപകരിക്കും. അതൊരു ക്രോണിക് കണ്ടീഷൻ. അലോ അത്രയ്ക്ക് ഡീപ്പല്ല എന്ന് പറഞ്ഞു, വെൽ പ്രൂവൺ അല്ല എങ്കിൽ പോലും ഈ സവിശേഷമായ ഒരു തരം കോൺസ്റ്റിപ്പേഷനിൽ, ഒരു ക്രോണിക് കണ്ടീഷനിൽ, പഴയ കണ്ടീഷനിലും അലോ ഉപകരിക്കും. അതെങ്ങനെയാണ്? പലതവണ കൊമോഡിൽ പോയി ഇരിക്കണം, പക്ഷേ ഇരിക്കാൻ നേരത്ത് ഈ കുറച്ച് വായു പോകുമെന്നല്ലാതെ മലം പോവില്ല, മലബന്ധം, ആ ഒരവസ്ഥ. ഇവിടെ ഒരു കമ്പാരിസൺ പറയാണ്, നാട്രൽ സെൽഫ് വിൽ വെരി കോമൺലി ഓവർകം ദാറ്റ് സ്റ്റേറ്റ്. ഈ ഒരു അവസ്ഥയെ പെർമനൻ്റായിട്ട് മറികടക്കാൻ, സ്ഥിരമായിട്ട് മറികടക്കാൻ നാറ്റ് സെൽഫാണ് വരുന്നത്. വീണ്ടും കൊട്ടേഷനാണ്, ലംബി വാട്ടറി സ്റ്റൂൾ. വെള്ളം പോലുള്ള മലത്തോടൊപ്പം ഓരോ കട്ടയും പോവും. അത് കൊട്ടേഷനാണ്. ദറ്റ് ഇസ് എ സ്ട്രോങ് ഫീച്ചർ ഓഫ് അലോ. ഹാഡ് ലംസ് മിങ്കിൾഡ് വിത്ത് എ വാട്ടറി സ്റ്റൂൾ. ഇത് അലോയുടെ വളരെ സവിശേഷമായ ലക്ഷണമാണ്. വെള്ളം പോലുള്ള അല്ലെങ്കിൽ മ്യൂക്കസ് കലർന്ന കുറുകിയ മലത്തിൻ്റെ കൂടെ ഓരോ കട്ടകൾ പോവുക. ദ ലംസ് ആർ ഇൻ എ വാട്ടർ ഓർ ഇൻ എ ലിക്വിഡ് ഫീസസ്. ലിറ്റിൽ ഹാർഡ് ലംസ് ലുക്ക് ലൈക്ക് മാർബിൾസ് ഓർ ഷീപ്പ് ഡങ്. അപ്പം ഇങ്ങനെ പോകുന്ന മലം, കട്ടയായിട്ടുള്ള മലം, മാർബിള്, ഗോലി പോലെയോ ആടിൻ്റെ കാഷ്ടം പോലെയോ കുറച്ചുകൂടി ചെറുത് ആകാം. ആടിൻ്റെ കാഷ്ടം എന്ന് പറയുമ്പോൾ ചെറിയ ഗോലികൾ നിരവധി വരുന്നു, കട്ടയായിട്ട് വരുന്നു. ഇൻ ദ കോൺസ്റ്റിപ്പേഷൻ ഓഫ് ദ സ്റ്റൂൾ ഈസ് ലംബി like marbles. Sometimes these little nodules remain in the rectum a long time without any urging stool and finally escape unconsciously, being found in the clothing. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ ഗോലി പോലെയോ ആടിൻ്റെ കാഷ്ടം പോലെയോ പോകുന്ന മലം ചിലപ്പോൾ മുഴുവൻ പോകാതെ രക്തത്തിൽ തങ്ങി നിന്നിട്ട് എഴുന്നേറ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കുമ്പോൾ അറിയാതെ വസ്ത്രത്തിൽ പോകും. ആ ഒരു സാഹചര്യം കൂടി ഉണ്ടാകാം. എൻറ്റയർ ലോസ് ഓഫ് സെൻസേഷൻ ഇൻ ദ ഏനസ് ആൻഡ് അനസ്തേഷ്യ, നോ ഫീലിംഗ് ഡ്യൂറിങ് ദ പാസേജ് ഓഫ് സ്റ്റൂൾ. അപ്പോൾ ഏനസിൻ്റെ ഭാഗത്ത് സെൻസേഷൻ ഇല്ലാത്തൊരവസ്ഥ, അവിടെ ഒരു നമ്പായി, അനസ്തേഷ്യ കൊടുത്ത പോലെയായി. മലം പോകുമ്പോൾ പോലും ആ പോകുന്നത് ഫീൽ ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥ. മച്ച് ഓഫ് ദ അലോ ട്രബിൾ ഈസ് ഡിസെൻട്രിക് ഇൻ ക്യാരക്ടർ വിത്ത് ദ ഷാർപ്പ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഓഫ് ദ റെക്ടം ആൻഡ് ലോവർ പോർഷൻ ഓഫ് ദ കോളൻ. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ പോലും അലോയുടെ പൊതുവായിട്ടുള്ള അവസ്ഥ, പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള അവസ്ഥ വയറിളക്കമാണ്. അതിനോടൊപ്പം എങ്ങനെയാണ്, മലാശയത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കോളൻ്റെ, വൻകുടലിൻ്റെ കീഴ്ഭാഗത്തൊക്കെ കടുത്ത നീർവീക്കം. ഇതിനോടൊപ്പം എന്താണ്, ബ്ലഡി ഡിസ്ചാർജ് ആൻഡ് യെല്ലോ ജെല്ലി ലൈക്ക് മ്യൂക്കസ്. ഈ ഒരു ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് രക്തം കലർന്നതോ മഞ്ഞ നിറമുള്ളതോ ജെല്ലി പോലെ കട്ടിയായ മ്യൂക്കസ് പോലെയുള്ള ഡിസ്ചാർജസ് വരും. സംടൈംസ് ദ അലോ പേഷ്യൻ്റ് വിൽ പാസ് നത്തിങ് ബട്ട് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ദിസ് കാറ്റാറൽ ജെല്ലി ലൈക്ക് മ്യൂക്കസ്. ചില സമയത്ത് മലമൊന്നുമില്ല, വെള്ളം പോലെ ഡയറിയുമില്ല, ഈ ജെല്ലി പോലുള്ള കട്ടിയായ മ്യൂക്കസ്, ആ കാറ്റാറൽ മ്യൂക്കസ് മാത്രം പുറത്തേക്ക് പോകും. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഡോണ്ട് ഫോർഗറ്റ് അലോ ഫോർ ഹെമറോയിഡ്സ് ദാറ്റ് ഫോം ലൈക്ക് എ ബഞ്ച് ഓഫ് ഗ്രേപ്സ്. ഒരു മുന്തിരിക്കുലയുടെ രൂപത്തിലുണ്ടാകുന്ന ഹെമറോയിഡ്സിൻ്റെ കാര്യത്തിൽ അലോയുടെ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇനി അതിൻ്റെ ഒരു മൊഡാലിറ്റി പറയുന്നുണ്ട്, ഇച്ചിങ് ആൻഡ് ബേണിങ് ഇൻ ഏനസ് പ്രിവെൻറ്റിങ് സ്ലീപ്പ്. മലാശയത്തിൻ്റെ ഭാഗത്ത് ചൊറിച്ചിലും പൊള്ളലും. പ്രിവെൻറ്റിങ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു പ്രഭുറ കൊടിയിരിക്കുകയാണ്. രാത്രി സമയത്താണ് അത് കൂടുതലും കാണുന്നത്. ഉറക്കം കിട്ടാത്ത തരത്തിൽ അത്രയ്ക്ക് ചൊറിച്ചിൽ. ഈ ചൊറിച്ചിൽ കടുക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള പറയുന്നത്, ഹീസ് കമ്പൽഡ് ടു ബോർ വിത്ത് ദ ഫിംഗർ ഇൻ ടു ദ ഈനസ്. മലാശയത്തിൽ വിരൽ കടത്തിയിട്ട് ചൊറിയാൻ തോന്നും, അത്രയ്ക്ക് ചൊറിച്ചിലാണ് ഉണ്ടാകുന്നത്. ഈ ഒരവസ്ഥ വേംസിൻ്റെ ഭാഗമായിട്ടും വരാറുണ്ട്, കൃമി ശല്യമൊക്കെ ഉള്ളവരിലും ഇത്തരം വരാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല, പൊള്ളലും കൂടി ചേർന്നുള്ളതാണ്. സോ വൈൽഡ് ഈസ് ദ ഇച്ചിങ് ദാറ്റ് ദ പേഷ്യൻറ്റ് കനോട്ട് ലെറ്റ് ഇറ്റ് അലോൺ. അതായത് വെറുതെ ഇവിടെ ആ ചൊറിച്ചിൽ അങ്ങനെ ചൊറിഞ്ഞോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ, വിരൽ മലാശയത്തിൽ കടത്തി ചൊറിയുക പോലുള്ള അത്രക്ക് പ്രയാസപ്പെട്ട രീതിയിൽ അതിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കും. ഇറ്റ് സീംസ് ഇറ്റ് വിൽ ഡ്രൈവ് ഹിം ടു ഡിസ്ട്രാക്ഷൻ. അയാളുടെ ശ്രദ്ധ എല്ലാം മാറിപ്പോവും, മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത തരത്തിൽ. അത് പരിസരം മറന്നു പോലും ഈ ഒരു കൃത്യം ചെയ്യും. സാധാരണഗതിയിൽ മറ്റുള്ള സാന്നിധ്യത്തിൽ ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ്, പക്ഷേ
പരിസരം മറന്നും ചെയ്തു പോവും. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നതാണ്, അയാളെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കും. അയാളെ മറ്റു കാര്യങ്ങളിൽ നിന്നല്ല അയാളെ ശ്രദ്ധ പോയിട്ട് ഈ ഒരു ചൊറിച്ചിൽ ശമിപ്പിക്കുന്നതിലേക്ക് മാത്രം പരിസരബോധമില്ലാതെ പോലും ഈ പേഷ്യൻ്റ് പെരുമാറും. ഹി ഗെറ്റ്സ് റിലീഫ് ഓൺലി ഫ്രം അപ്ലൈയിങ് സംതിങ് കോൾഡ്. എന്തെങ്കിലും തണുപ്പ് ഏൽപ്പിച്ചാൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ റിലീഫുള്ളൂ. തണുത്ത തുണി വെക്കുക, ഐസ് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടാകും. എ കോമൺ ഫീച്ചർ ഓഫ് അലോ ഈസ് ദാറ്റ് ഓയിൻമെൻറ്റ്സ് ഇൻക്രീസ് ദ ബേണിംഗ്. ഇത് മറ്റൊരു ലക്ഷണം. സൾഫറുമായിട്ടുള്ള മറ്റൊരു സാദൃശ്യമാണ്. എന്തെങ്കിലും ലേപനങ്ങൾ പുരട്ടിയാൽ, ഓയിൻമെൻറ്റ്സ് പുരട്ടി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വർദ്ധിക്കും. ദർ ഇസ് ഇൻക്രീസ് ബേണിംഗ് ഓഫ് ദ സ്കിൻ റൗണ്ട് അബൌട്ട് ദ അൾസേഴ്സ് ആഫ്റ്റർ അപ്ലൈയിങ് ആൻ ഓയിൻമെൻറ്റ്. വ്രണം ഉണ്ടായിക്കഴിഞ്ഞാൽ ലേപനങ്ങൾ പുരട്ടുക എന്ന് പറയുന്നത് അലോപ്പതിക് ട്രീറ്റ്മെൻറ്റിൽ സാധാരണ വരുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം വർദ്ധിക്കും. ബേണിംഗ്, പൊള്ളലിൻ്റെ അനുഭവം വർദ്ധിക്കും. ദ സൾഫർ പേഷ്യൻ്റ് ഓൾസോ കനോട്ട് ബിയർ എനി ആപ്ലിക്കേഷൻ. ഇറ്റ് ഈസ് പോയ്സൺ ടു ഹിം ആൻഡ് ഹി ബ്രേക്സ് ഔട്ട് ഇൻ ഇറപ്ഷൻസ്. സൾഫറിൻ്റെ കാര്യത്തിൽ അത് കുറേ കൂടി രൂക്ഷമാണ്. അയാൾക്കൊരു വിഷബാധയുടെ ഒരു അനുഭവം ഉണ്ടാക്കുന്നത്. സൾഫർ പേഷ്യൻറ്റിന് വ്രണങ്ങളിൽ ലേപനങ്ങൾ പുരട്ടിക്കഴിഞ്ഞാൽ അയാൾക്കതൊരു വിഷത്തിൻ്റെതായിട്ടൊരു എഫക്റ്റ് ഉണ്ടാകുന്നത്. സൾഫറിൻ്റെ ലെക്ചറിൽ ഇത് ഇത്രയ്ക്ക് രൂക്ഷമായിട്ട് കെൻറ്റ് പറഞ്ഞിട്ടില്ല, അലോയിലാണത് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം പുസ്തകമുള്ളവർ സൾഫറിൻ്റെ ഭാഗത്ത് ഇത് കുറിച്ച് വെക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സൾഫറിൽ ഇറപ്ഷൻസ് ഉണ്ടാകും. അലോ അത്രയ്ക്ക് പ്രൂവ്ഡ് മെഡിസിൻ അല്ലെങ്കിലും ഇത്തരം ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇത്തരം ബന്ധങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അലോയുടെ ഒരു സാമാന്യ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. Wherever a mucous membrane is inflamed, there is formed a deposit of thick jelly-like mucus. അപ്പോൾ ശ്ലേഷ്മ സ്ഥലങ്ങളിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ കട്ടിയായ മ്യൂക്കസിൻ്റെ, ജെല്ലി പോലെ കട്ടിയായ മ്യൂക്കസിൻ്റെ ഒരു സർഫസ്, ഒരു വളരെ തിക്കായിട്ടുള്ളൊരു ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടാവും. ഇത് വളരെ രൂക്ഷമായിട്ടുള്ള അവസ്ഥയാണ്. ഇഫ് ദർ ഈസ് എൻ അൾസറേറ്റഡ് സ്പോട്ട്സ് ഓർ ആഫ്റ്റസ് പാച്ച് ഓർ ഇൻഫ്ലെയിംഡ് സർഫസ്, thick jelly-like cakes of mucus may be peeled off almost as thick as a leather at times. അപ്പോൾ ചിലപ്പോൾ വ്രണങ്ങളുണ്ടായാൽ, ഈ ചെറിയ വായടകത്തും മറ്റുമൊക്കെ പുണ്ണുകൾ, ചെറിയൊരു സ്പോട്ട് പോലെ വ്രണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഈ ജെല്ലി ലൈക്ക് ഡെപ്പോസിറ്റ്, മ്യൂക്കസ് ഡെപ്പോസിറ്റ് ഉണ്ടായിട്ട് അത് കട്ടിയായിട്ട് ഒരു തുകല് പൊളിച്ച് കളയുന്ന പോലെ പൊളിഞ്ഞു പോകുന്ന അത്രയ്ക്ക് കട്ടിയായിട്ടുണ്ടാകും. അത് വളരെ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണത്. At times, the lower portion of the rectum is in this stage, and the patient will say that the lumpy stools are caked in jelly. അപ്പോൾ മലാശയത്തിൻ്റെ കീഴ്ഭാഗത്ത് ഉണ്ടായിട്ട് ഈ വരുന്ന മലം ഈ കട്ടിയായ ലെതർ പോലെ കട്ടിയായ ഈ ജെല്ലി പോലെ ഇരിക്കുന്ന ഈ കഫത്തിൽ അതിൻ്റെ ഉള്ളിൽപ്പെട്ട് അതിൻ്റെ ആവരണത്തോടുകൂടി മലം പോകുന്നൊരവസ്ഥ. ഇനി ഒരു പ്രധാനപ്പെട്ട സാദൃശ്യം ഗ്രാഫൈറ്റീസുമാണ് സാദൃശ്യമാണ്. The lumpy stools in ഗ്രാഫൈറ്റീസ് ലുക്ക് ആസ് ഇഫ് എംബഡഡ് ഇൻ കൊയാഗുലേറ്റ് വൈറ്റ് ഓഫ് എഗ്. ഇവിടെ ജെല്ലി പോലെ മ്യൂക്കസിൻ്റെ ഉള്ളിൽ പെട്ടാണ് മലം പോകുന്നതെങ്കിൽ, ലംബി ആയിട്ടുള്ള മലം പോകുന്നതെങ്കിൽ, ഗ്രാഫൈറ്റീസിൻ്റെ കാര്യത്തിൽ മുട്ട പുഴുങ്ങിയായിരിക്കുന്ന പോലുള്ള മുട്ടയുടെ വെളുത്ത നിറത്തിൽ വരുന്ന ഭാഗം, അതിൻ്റെ ഉള്ളിൽ പെട്ട പോലെ മലം പോകും ഗ്രാഫൈറ്റീസിൻ്റെ കാര്യത്തിൽ. സംടൈംസ് ദ അലോ പേഷ്യൻറ്റ് ബിഫോർ ഹാവിങ് എ സ്റ്റൂൾ will expel a peak of or thick jelly-like mucus which has occupied the lower portion of the rectum. ചില സമയത്ത് അലോ പേഷ്യൻ്റെ കാര്യത്തിൽ മലം പോകുന്നതിന് മുമ്പ് ഒരു ചായക്കപ്പിൻ്റെ അത്രയും സാമാന്യം നല്ല അളവിൽ ഇതേപോലെ ജെല്ലി പോലുള്ള മ്യൂക്കസ് ആദ്യം പോകും, പിന്നെ മലം പോവുള്ളൂ. അപ്പോൾ പലതരത്തിലാണ് വെള്ളം, ലിക്വിഡായിട്ടുള്ള മലം, വെറും ലിക്വിഡ്, മ്യൂക്കസ്, അയഞ്ഞ കഫം, അതിൻ്റെ കൂടെ ലംബിയായിട്ട് പോകുന്നു, ഷേപ്ഡങ് പോലെ പോകുന്നു, മാർബിൾ പോലെ പോകുന്നു. ഇനി കട്ടി കഫം മാത്രം ജെല്ലി പോലെ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ മലം പോകുന്നു. അലോക്യുടെ കേസ് ഓഫ് സ്ട്രിക്ചർ ഓഫ് ദ റക്ടം ഇൻ വിച്ച് ഇറ്റ് വാസ് ഇൻഡിക്കേറ്റഡ് ബൈ ദിസ് സിംറ്റം. ഈ ഒരു ലക്ഷണം കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, റക്തത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചുരുങ്ങൽ, സ്ട്രിക്ചർ ഉണ്ടായിട്ട് ഈ മലം പോകാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇതേപോലെ കഫം പോയിട്ട് പിന്നെ മലം പോകുന്ന അവസ്ഥ, ആ ഒരു അവസ്ഥയെ അലോ സുഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സ്ട്രിക്ചേഴ്സിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ പിന്നീട് പറയുന്നുണ്ട്. ആ എക്സ്പ്ലനേഷൻ ഹോമിയോപ്പതിക് ആക്ഷൻ്റെ
ഹോമിയോപ്പതി ഔഷധങ്ങളുടെ ആക്ഷൻ്റെ അടിസ്ഥാന സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുന്നത് കൂടിയാണ്. ദ സ്ട്രക്ചർ പ്രിവെൻറ്റഡ് നിയർലി ഓൾ ദ ഫീക്കൽ മാറ്റർ ഫ്രം ഗെറ്റിംഗ് ഡൗൺ ദ ഈനസ്. അപ്പോൾ ഈ ഒരു ചുരുക്കം കൊണ്ട് മലം പുറത്തു പോകുന്നതിന് അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ബട്ട് ദ റെക്ടം വുഡ് ഫിൽ അപ്പ് 3 or 4 times a day ആൻഡ് കമ്പൽ ദ പേഷ്യൻറ്റ് ടു എക്സ്പെൽ എ ക്വാണ്ടിറ്റി ഓഫ് ജെല്ലി ലൈക്ക് മ്യൂക്കസ്. പക്ഷേ ഈ മലമെന്ന് പറഞ്ഞിട്ട് ദിവസം 2-3 തവണ ഈ അലോ പേഷ്യൻ്റ് കൊമോഡിൽ പോയി എന്നിട്ട് ഈ ജെല്ലി പോലുള്ള സാധനം പോകും, മലം പോകുന്നില്ല. കാരണം ഈ സ്ട്രക്ചറുണ്ട്. ദ ഫീസസ് ദാറ്റ് കുഡ് ബി ഫോഴ്സ് ത്രൂ വർ സ്കേഴ്സ്ലി ലാർജർ ദാൻ എ പൈപ്പ് സ്ട്രീം. അപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിലൂടെ വളരെ ബലം പ്രയോഗിച്ച് പോകുന്ന മലം ഒരു ടാപ്പിലൂടെയൊക്കെ പോകുന്ന വെള്ളത്തിൻ്റെ ആ വലുപ്പം അത്രയും തിക്നെസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഒരു മലത്തിൻ്റെ ഒരു യൂഷ്വൽ തിക്നെസ്സിൻ്റെ വളരെ ചെറിയൊരു ഭാഗം. ഇറ്റ് ഹാസ് ബീൻ സെഡ് ദാറ്റ് അവർ മെഡിസിൻസ് ആർ നോട്ട് കേപ്പബിൾ ഓഫ് ക്യൂറിങ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചൊല്ലുണ്ട്. ഇതൊരു സ്ട്രക്ചറൽ പ്രശ്നമാണത്, ഒരു ചുരുങ്ങിയിരിക്കുന്നൊരവസ്ഥ, ഒരു ഭാഗം. അപ്പോൾ അതിനെ സുഖപ്പെടുത്താൻ നമ്മൾ ഔഷധങ്ങൾക്ക് ആവുകയില്ല എന്നൊരു പറച്ചിലുണ്ട്. പക്ഷെ എന്താണ് വാസ്തവത്തിൽ? ബട്ട് ദേ സംടൈംസ് ഡു ക്യൂർ സ്ട്രക്ചേഴ്സ്. ചില സമയങ്ങളിൽ അത് ഈ ചുരുങ്ങലുകളെ അയാൾ സുഖപ്പെടുത്തും. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ അതിന് വരുന്നത്, ഇഫ് ദേ ക്യാൻ ക്യൂർ ദ പേഷ്യൻറ്റ് ഇറ്റ് ഈസ് മാർവലസ് ഹൗ നേച്ചർ വിൽ ടേക്ക് അപ്പ് ഓൾ ദാറ്റ് ഇൻഫ്ലമേറ്ററി ടിഷ്യൂ ആൻഡ് ദ കനാൽ ബിക്കം നോർമൽ. അപ്പോൾ ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഈ രോഗിയെ അലോ സുഖപ്പെടുത്തി കഴിഞ്ഞാൽ തുടർന്ന് നേച്ചർ എന്ന് പറയുന്നത് പ്രകൃതി എന്ന് ആ നേച്ചർ എന്ന് പറയുന്നതിൽ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് പ്രകൃതി? പ്രകൃതി മനുഷ്യനെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ രൂപീകരിച്ചതിന് വേണ്ട പോഷണങ്ങൾ കൊടുത്ത് ഉത്ഭവിപ്പിക്കുകയും നർച്ചർ ചെയ്യുകയും അവസാനം മരിച്ചു കഴിഞ്ഞ് അതിനെ മൃതദേഹം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നതാണ് പ്രകൃതി. അങ്ങനെ പ്രകൃതിയെക്കുറിച്ച് അങ്ങനൊരു കാഴ്ചപ്പാട്. അപ്പോൾ പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ, രോഗിയാണെങ്കിലും അല്ലെങ്കിലും. മറ്റൊന്ന് അവൻ്റെ പ്രകൃതം, ആ വ്യക്തിയുടെ പ്രകൃതം എന്ന അർത്ഥത്തിലെടുക്കാം. പ്രകൃതം എന്ന് പറയുമ്പോൾ അയാളുടെ വൈറ്റാലിറ്റി ഡിറേഞ്ച്ഡ് ആയിരുന്നു, സിക്കായിരുന്നു. അലോയോ അതുപോലുള്ള ഔഷധങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് അതിനെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ ആ വൈറ്റാലിറ്റി അത് സ്വമേധയാ പ്രവർത്തിച്ച് അതിൻ്റെ ഒരു സെക്കൻഡറി എഫക്റ്റായിട്ട് ഇതേപോലെ സ്ട്രക്ചറൽ പ്രശ്നങ്ങളെ സുഖപ്പെടുത്തുന്നു. അത് ഹോമിയോപ്പതി ഔഷധമാണോ സുഖപ്പെടുത്തിയത്? അത് നേരിട്ട് പറഞ്ഞാലല്ല, കാരണം അത്തരം ലക്ഷണങ്ങൾ അത് വരുന്നില്ല. എങ്കിലും ഡിറേഞ്ചറായുള്ള വൈറ്റാലിറ്റി, അയാളുടെ പ്രകൃതി അതിനെ നേരെയായി കഴിഞ്ഞാൽ പിന്നീട് സ്വമേധയാ ബാക്കി പണി ചെയ്തോളൂ. വാസ്തവത്തിൽ ഹോമിയോപ്പതിക്ക് ഔഷധങ്ങളുടെ പ്രവർത്തന രീതി തന്നെ എങ്ങനെയാണ്? അത് വൈറ്റൽ ഡിറേഞ്ച്മെൻറ്റിനെ മാറ്റുന്നു, അത് ക്രമീകരിക്കുന്നു. ബാക്കി പണി ചെയ്യുന്നത് വൈറ്റൽ ഫോഴ്സാണ്. വൈറ്റൽ പ്രിൻസിപ്പിളിൽ വരുന്ന ഡിറേഞ്ച്മെൻറ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ വൈറ്റൽ ഫോഴ്സിലൂടെ ആ ഹെൽത്തി അയാളുടെ വൈറ്റൽ പ്രിൻസിപ്പിൾ, ഇപ്പോൾ കെൻ്റ് അതിനെയാണോ ആ ഹെൽത്തി വൈറ്റൽ പ്രിൻസിപ്പിളിനെയാണോ നേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ രണ്ടു തരത്തിലായാലും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ വൈറ്റൽ പ്രിൻസിപ്പിൾ, അയാളുടെ പ്രകൃതം, അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അയാളുടെ ഹെൽത്തി കോൺസ്റ്റിറ്റ്യൂഷൻ, അയാളുടെ വൈറ്റൽ ഫോഴ്സിലൂടെ എക്സേർട്ട് ചെയ്തിട്ട് അയാളുടെ ഫിസിക്കൽ പ്രശ്നങ്ങൾ, സ്ട്രക്ചറൽ ഡിഫക്ട്സ്, ഇതിനെയൊക്കെ സുഖപ്പെടുന്നു. ക്യാൻസറിനെ പോലും സുഖപ്പെടുന്ന ആ തരത്തിലാണ്. അതൊരു സ്ട്രക്ചറൽ ചേഞ്ച് വന്നു കഴിഞ്ഞു, ഓർഗാനിക് ചേഞ്ച് വന്നു കഴിഞ്ഞു. ഔഷധങ്ങളുടെ ലക്ഷണങ്ങൾ അത് കവർ ചെയ്യുന്നില്ലെങ്കിൽ പോലും രോഗി അല്ലെങ്കിൽ രോഗിയുടെ വൈറ്റൽ പ്രിൻസിപ്പിൾ, അയാളുടെ ജീവതത്വം സുഖപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ കോൺസിക്വൻഷ്യലായിട്ട് നടന്നുകൊള്ളും. അത് പ്രകൃതിയുടെ നിയമമാണ്. ഈ നേച്ചർ എന്നുള്ള വാക്ക് രണ്ട് തരത്തിലെടുത്താലും ശരി തന്നെയാണ്. ദിസ് തിങ് ഹാസ് ബീൻ സീൻ മെനി ടൈംസ് ഇൻ സ്ട്രക്ചേഴ്സ് ഓഫ് ദി യുറേത്ര ആൻഡ് സ്ട്രക്ചർ ഓഫ് റെക്ടം. ഈ കാര്യം യുറേത്രയുടെ കാര്യത്തിൽ മൂത്രാശയത്തിൻ്റെ ഭാഗത്തും മലാശയത്തിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്ന ഈ തടസ്സങ്ങളിൽ, ഈ ഞെരുങ്ങലുകളിൽ, ചുരുങ്ങലുകളിലൊക്കെ ഈ ഒരു അനുഭവം പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഈ അലോ എന്നുള്ള അധ്യായം അവസാനിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട നിരവധി അറിവുകൾ നമുക്ക് കിട്ടി, നിരവധി കമ്പാരിസൺസ് നമുക്ക് കിട്ടി. കമ്പാരിസൺസാണ് വാസ്തവത്തിൽ
ഈ അലോയുടെ അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിനി ആ ഒരു വഴിക്ക് പോകാം. ഇത് കമ്പയർ ചെയ്തിരിക്കുന്ന ഔഷധങ്ങളിൽ നമുക്ക് പലതും നമ്മൾ കണ്ടതാണ്, കാണാത്ത ഔഷധങ്ങൾ നമുക്കിനി എടുക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമുക്ക് ആ ഒരു ആൽഫബറ്റിക് ഓർഡറിൽ ഒരു കമ്പാരിസൺ അല്ല, വാസ്തവത്തിൽ ഒരു റിലേഷൻ അല്ല, മറ്റൊരു തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും ഗ്രാഫൈറ്റീസ് വളരെ പ്രധാനപ്പെട്ട ഔഷധമാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഗ്രാഫൈറ്റീസ് എന്നുള്ള വളരെ സുപ്രധാനമായ അധ്യായം നമുക്ക് ആരംഭിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.